സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ലടാ മുത്തിയമ്മ. എന്റെ മനതിലെ കണ്ണീര് പുറത്ത് ചാടിയതാ. നീ വിഷമിക്കണ്ടടാ കരുമ. മുത്തിക്ക് ജീവനുണ്ടെങ്കിലേ നീലേറ്റി കയറി കൊച്ചരി എടുത്തോണ്ടി പോരും. നീ നോക്കിക്കോ. മുത്തിയമ്മേ, ചിന്നു നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? വേണോടെ കരുമ. എന്റെ മോളെ ഈ കുടിയിലോട്ട് തന്നെ കൊണ്ടുവരണം. പക്ഷേ ഇങ്ങനെ മിണ്ടാനോ അനങ്ങാനും പറ്റാത്ത അവസ്ഥ കിടക്കുമ്പോ ചിന്നുനെ വെല്ലുമുലാളിയും പാർവതി ഡോക്ടറും വിടത്തില്ല. നിന്റെ കെട്ടിയോളെ വിളിച്ചോണ്ട് വരാൻ എന്തിനാണ് ആ പിശാചിന്റെ സമ്മതം? ഇവിടുന്ന് മഞ്ചം കെട്ടി ആളെ കൂട്ടിച്ചെന്ന് എന്റെ മോളെ മഞ്ചത്തിൽ കിടത്തി കൊണ്ടുപോരണഞ്ഞ് ആരെങ്കിലും എതിര് നിന്ന വെട്ടുപിച്ചാത്തി എടുക്കാൻ ഈ ബുദ്ധിയുണ്ടടാ മുന്നില്. വേണ്ട മുത്തിയമ്മേ, ചിന്നിന് മനഃപൂർവ്വം ദോഷം വരാൻ വേണ്ടി അവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. വെല്ലുമുലാളിക്കാണെങ്കിൽ ചിന്ന ജീവനാ. അവിടെ ചെന്ന് വേണ്ടാരും കാട്ടാൻ എന്റെ മനസ്സ് സമ്മതിക്കില്ല. മുത്തിക്കറിയോ, ഇന്നലെ രാത്രി ഞാൻ കിനാവ് കണ്ടു. എന്റെ മോൻ പിച്ച വെച്ച് ചിരിച്ചോണ്ട് എന്റെ നേരെ കൈ നീട്ടി വരുന്നത്. അത് നടക്കൂടാ കരുമ. ഞാൻ ഇപ്പൊ തന്നെ നീരേറ്റിലോട്ട് ചെല്ലാം. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ ബുദ്ധി തിരിച്ചു വരത്തുള്ളൂ. ഇനി അലക്കും തിരുമലും ഒക്കെ നീരേറ്റിന്റെ ഉമർത്ത്. പൈങ്കിളി വാരിക വായിക്കാതെ ഇത്തിരി ഉൾക്കനമുള്ള എന്തെങ്കിലും വായിക്കേ. ഇത് മൊബൈൽ ഫോണിന്റെ ബില്ലല്ലേ? ഇതാണോ നോവലിന് പകരം വായിക്കേണ്ടത്? ആരുടെയാണെന്ന് നോക്ക്. നിന്റെ പുന്നാര ഭർത്താവിന്റെ. അതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന നമ്പർ പരിചയമുണ്ടോ എന്ന് നോക്കിക്കേ. 944. ഇല്ല മമ്മി. വേണമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്ക്. അപ്പൊ അപ്പുറത്തുനിന്ന് കേൾക്കാം, ഹലോ വർഷ ഹിയർ എന്ന്. നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന വാശിയുണ്ടായിരുന്നു എനിക്ക്. അതാ ഡീറ്റെയിൽഡ് ആയിട്ട് ബില്ല് വരുത്തിച്ചേ. കഴിഞ്ഞ 3 ആഴ്ചക്കകം 7 തവണ സുധീഷ് വർഷയെ വിളിച്ചിരിക്കുന്നു. അതിൽ 3 തവണ ഏതാണ്ട് 3/4 മണിക്കൂർ നേരം സംസാരിച്ചിട്ടുണ്ട്. അപ്പോ സുധീഷ് ശരിക്കും എന്നെ ചതിക്കുകയാണല്ലേ? എന്റെ മോളെ, ഇത് ഞാൻ എത്ര കാലമായി പറയുന്നു. ആദ്യമൊക്കെ നിന്റെ ഡാഡി എന്നെ വഴക്കു പറഞ്ഞു. കാരണം കുടുംബത്തിന് അന്തസ്സില്ലെന്നും പറഞ്ഞു. ഞാൻ എതിർത്തതാ ഈ ബന്ധത്തെ. പിന്നെ എപ്പോഴോ വിഷ്ണുവിനെ അതിർത്ത് മുന്നിലിട്ടു. ഇപ്പം മനസ്സിലായില്ലേ കുടുംബത്തിന് അന്തസ്സില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന്? ഇനി എന്താ മമ്മി ഞാൻ ചെയ്യണ്ടേ? എന്ത് ചെയ്യണമെന്ന് നീ തന്നെ തീരുമാനിക്കേ. നീയായിട്ട് തിരഞ്ഞെടുത്ത ബന്ധമല്ലേ, അത് വേണ്ടെന്ന് വയ്ക്കാനും തന്നെത്താൻ തീരുമാനിക്കുന്നതാ നല്ലത്. എന്നാലും സുധീഷ് ഏട്ടൻ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനൊന്നും പറയില്ല, തീരുമാനം നിനക്ക് വിടുന്നു. പിന്നെ ഡാഡിയോടും അപ്പൂപ്പനോടും ഒക്കെ സംസാരിക്കണമെങ്കിൽ ആയിക്കോ. നീ ഡൈവോഴ്സ് ചെയ്തില്ലെങ്കിലും അവൻ നിന്നെ ഡൈവോഴ്സ് ചെയ്ത് അവളുടെ കൂടെ പോവും. ആദ്യം ആരെന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ഭാഗ്യത്തിന് വയറ്റിലുള്ളതങ്ങ് പോയി കിട്ടി. എനിക്ക് സത്യം എന്താണെന്ന് സുധീഷ് ഏട്ടന്റെ അടുത്ത് നിന്ന് തന്നെ കേൾക്കണം. ആ ദാ ആള് വന്നിട്ടുണ്ട്. ആ തിരുമുഖത്ത് നിന്ന് എന്ത് കള്ളമാ പുറത്തു വരുന്നതെന്ന് നീ തന്നെ കേട്ടു നോക്ക്. ആ ഈ മോന്തയും കൊണ്ട് ചെന്നാ അവൻ അപ്പോഴും 100 കള്ളത്തരങ്ങൾ ആലോചിച്ച് വെക്കും. എന്റെ മോള് ഇനി ഒരല്പം അഭിനയിക്കാൻ പഠിക്ക്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് നിന്ന് സൂത്രത്തിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്ക്. നല്ല
ചൂടുണ്ടല്ലേ? ആ എങ്ങനെ ചൂടില്ലായിരിക്കും? കമ്പനി ഒന്ന് നേരെയാക്കി എടുക്കാൻ മാരത്തോൺ ഓട്ടത്തിലല്ലേ ഞാൻ. അക്കൗണ്ടിലാണെങ്കിൽ കാശ് കുറവ്. അങ്കിളിനോടൊട്ട് ചോദിക്കാനും വയ്യ. സുധീഷേട്ടൻ കമ്പനി അക്കൗണ്ടിൽ നിന്ന് 13.5 ലക്ഷം രൂപ എടുത്തത് ഡാഡി കണ്ടു. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി എടുത്തതാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. ആ അതെ. ഞാനെന്ത് വിട്ടിയാണോ? അല്ല, എന്ന് ഡാഡി ഒറ്റ ചോദ്യം. കിഡ്നി റീപ്ലാന്റേഷൻ കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുന്ന അമ്മയ്ക്ക് 13 ലക്ഷത്തിന്റെ മരുന്ന് വാങ്ങിയോന്ന് ഡാഡിക്കൊരു സംശയം. അത് വീണ, കല്യാണത്തിന് മുമ്പ് എനിക്ക് കുറച്ച് കടങ്ങളുണ്ടായിരുന്നു. അവര് പുറകെ കൂടി ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരുടെയും കടം തീർത്തതാ ഞാൻ. എങ്ങനെങ്കിലും ഞാനത് തിരിച്ചടച്ചോളാന്ന് അങ്ങളോട് പറയേ. എങ്ങനെ അടയ്ക്കും? അത് അല്ലെങ്കിൽ വേണ്ട, വീണ ഒരു 15 ലക്ഷത്തിന് അപ്പൂപ്പനോട് ചോദിക്കും. അതങ്ങ് കമ്പനി അക്കൗണ്ടിലേക്ക് അടയ്ക്കാം നമുക്ക്. ഹോ, ഇത്ര എളുപ്പമുള്ളൊരു വിദ്യ ഉണ്ടായിട്ട് സുധീഷേട്ടൻ എന്താ നേരത്തെ എന്നോട് പറയാഞ്ഞേ? ഇപ്പോഴാ തോന്നിയത്. ഇനി വേറെന്തെങ്കിലും വേണോ? ആ വർഷയെ കൂടി ഇങ്ങോട്ട് വിളിച്ച് നമ്മുടെ ഒപ്പം താമസിപ്പിച്ചാലോ? ഡാഡിയും മമ്മിയും ഒക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. നീ എന്താ എന്നെ പറ, ബാക്കി കൂടി പറ. വീണ പ്ലീസ്, നീ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുക. ആരോ എനിക്കെതിരെ എന്തോ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ. മഹാപാപം കിട്ടും നിനക്ക്. അപ്പോ നിങ്ങൾക്ക് വർഷയായിട്ട് ഒരു ബന്ധവുമില്ലേ? എന്ത് ബന്ധം? അതൊക്കെ പണ്ടല്ലേ. ആ കാര്യം നിനക്കറിയാലോ. പണ്ടത്തെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, ഇപ്പോഴത്തെ കാര്യ. ഇല്ല, ഇപ്പൊ ഒരു ബന്ധവുമില്ല. എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്. സത്യമായിട്ടും വീണ, എനിക്ക് അവളോട്ടൊരു ബന്ധവുമില്ല. ഏയ്, You are cheat. അപ്പൊ മമ്മി പറഞ്ഞത് നേരാ. ഞാൻ എങ്ങനെ നശിക്കണമെന്നാ നിങ്ങളുടെ വിചാരം? ദാ നോക്ക്, നിങ്ങളുടെ വർഷയ്ക്ക് ഫോൺ ചെയ്തതിന്റെ ഡീറ്റെയിൽ ബില്ല. ഇനി എന്റെ മുഖത്ത് നോക്കി പറ, ഒരു ബന്ധമില്ലെന്ന് പറ. പലതവണ മണിക്കൂറുകളോളം അവളോട് സംസാരിച്ചിട്ട് ഒരറപ്പും ഇല്ലാതെ എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്ത കണ്ടില്ലേ? ഒഫീഷ്യലായിട്ട് വീണ, മിണ്ടരുത് എന്നോട്. You are cheat. രാക്ഷസനാ നിങ്ങള്, പിശാച്. അതെ, അപ്പോഴേക്ക് ഉറക്കായോ? ഇതെന്താ ഇപ്പൊ ഒരു ചായ? ഊണ് കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇതേ ഇത്തിരി മധുരവാ, പായസം. പാലടയാണല്ലോ. എന്താ ഇപ്പൊ പായസ വിശേഷം? എന്നാത്തിനത് അറിയുന്നേ? പഞ്ചസാരയുടെ അസുഖമൊന്നും ഇല്ലല്ലോ, അതങ്ങ് കഴിച്ചാട്ടെ. എന്നിട്ട് എന്റെ കൈപ്പുണ്യം എങ്ങനെയുണ്ടെന്നങ്ങ് പറഞ്ഞാട്ടെ. ഇത് കൈപ്പുണ്യല്ല കൊച്ചേ, സുഹൃത. എന്റെ മുജ്ജന്മ സുഹൃതം. ഇല്ലെങ്കിലേ എനിക്കെന്റെ കൊച്ചിനെ തിരിച്ചു കിട്ടുവോ? ഒന്നിച്ചിങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടെയും സന്തോഷത്തോടെയും ഒരേ കൂരയ്ക്ക് കീഴിൽ നമുക്ക് കഴിയാൻ പറ്റുമോ? ഇങ്ങനെ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ അങ്ങട് കണ്ണടച്ചാലും എനിക്ക് സന്തോഷാ. എന്നതൊക്കെ ഈ പറയുന്നേ? എന്നെ സങ്കടപ്പെടുത്താനാന്നോ? ദേ, ഈ പായസം ഞാൻ ചുമ്മാതുണ്ടാക്കിയതല്ല. ഇന്ന് അർജുനൻ കുഞ്ഞിന്റെ പിറന്നാളാ. കർക്കിടകത്തിലെ മകം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കോരിച്ചൊരിയണ മഴയത്ത് ഒരു വെളുപ്പാങ്കാലത്ത് എന്റെ കുടിലില് ഇദ്ദേഹം ഓടി വന്നതും അർജുനൻ കുഞ്ഞ് ജനിച്ച കാര്യം പറഞ്ഞതും. കൊച്ചേ, അവന്റെ അച്ഛനാ ഞാൻ. ആ ഞാൻ പോലും അവന്റെ പിറന്നാൾ മറന്നുപോയി. പക്ഷേ കൊച്ച് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് അത് ഓർത്തു. ഇതൊക്കെ എന്റെ കടമയല്ലയോ? ഇവിടുത്തെ കുഞ്ഞുങ്ങള് എനിക്ക് എന്റെ മക്കള് തന്നെയാ. മക്കളും മക്കളുടെ മക്കളും കുഞ്ഞുമക്കളും ഒക്കെ എന്റെ സ്വന്തം.
ആ അത് പറഞ്ഞപ്പോഴാ സോനയുടെ കുഞ്ഞ് അമ്മക്കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീർപ്പ് വേണ്ടായോ? വേണം. അമ്മുന്റെ അച്ഛൻ പ്രദീപ് ബിസിനസ്സിൽ തകർന്നിരിക്കുകയല്ലേ. വരുമാനം തീരെയില്ല. പ്രദീപിന്റെ ഭാര്യ അഞ്ജുവിനാണെങ്കിൽ അമ്മൂനെ കാണുന്നത് ചതുർത്ഥി കാണുന്ന പോലെ. എന്തായാലും നമ്മളവരെ സഹായിക്കണം. അമ്മൂന് ആ വീട്ടിലൊരു വിലയുണ്ടാകണമെങ്കിൽ അവിടെ പേരിൽ എന്തെങ്കിലും വേണം. അതിനിപ്പോ എന്നതാ ഒരു വഴി? വഴിയുണ്ട്. സോനയുടെ വിധത്തിലുള്ളത് ആ കമ്പനി, പിന്നെ എസ്റ്റേറ്റും കെട്ടിടങ്ങളും വേറെ. എല്ലാം ഇപ്പോ സോഫിയും സലീനയും നോക്കി നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് അമ്മൂന്റെ പേര് കൊടുത്താലോ എന്നാ എന്റെ ആലോചന. കൊടുക്കണതിൽ തെറ്റൊന്നുമില്ല. ആഹാ. പക്ഷേ അമ്മ കൊച്ചു കുഞ്ഞല്ലയോ, ഇത്രയും വലിയ സ്വത്തുവകളൊക്കെ നോക്കി നടത്താൻ ഒക്കുവോ? ആവശ്യത്തിനനുസരിച്ച് കാശ് കൊടുത്താൽ മതി. ഇല്ലേ എല്ലാം അന്യാധീനപ്പെട്ടു പോകുന്ന എനിക്ക് പേടി. അത് പോരെ കൊച്ചേ. എനിക്ക് പഴയതുപോലെ എല്ലാം നോക്കിയും കണ്ടും ചെയ്യാൻ പറ്റാണ്ടായി. ഇനി എത്ര നാളാ? പോകും മുമ്പ് കൊടുക്കലും വാങ്ങലും ഒക്കെ തീർക്കണം. മനസ്സമാധാനത്തോടെ എനിക്ക് പോകും കുറെ. എന്നെ ഒറ്റയ്ക്കാക്കിയേച്ച് ഇല്ലയോ? എന്നെ പള്ളിപ്പറമ്പിലോട്ട് കൊണ്ട് നാക്കിയേച്ച് പോയാ മതി. അഞ്ജു, ദാ വരുന്നു. അമൽ സ്കൂളിൽ നിന്ന് വന്നില്ലേ? ഇല്ല, എത്താറാവുന്നേ ഉള്ളൂ. എന്തു പറ്റി? നമ്മുടെ കഷ്ടകാലമൊക്കെ തീരാൻ പോകും അഞ്ജു. കാര്യങ്ങളൊക്കെ നേരെയായി വരുന്ന ലക്ഷണമുണ്ട്. എന്താ പ്രദീപേട്ടാ? ഞാൻ നീരേറ്റിലൊന്ന് കയറിയിട്ടാ വരുന്നത്. അമ്മക്കുട്ടിയുടെ സ്വത്തുക്കളൊക്കെ വിട്ടുതരാൻ കൃഷ്ണപിള്ള അപ്പൂപ്പൻ തീരുമാനിച്ചു. എന്റെ ഈശ്വര, നേരെ തന്നെയാണോ പ്രദീപേട്ടാ? അതേന്നേ, അപ്പൂപ്പൻ എന്നോട് നേരിട്ട് പറഞ്ഞതാ. പറഞ്ഞാ പിന്നെ വാക്ക് മാറുന്ന ആളൊന്നും അല്ല അപ്പൂപ്പൻ. എപ്പോഴാ നമുക്ക് സ്വത്തുക്കൾ കിട്ടുന്നേ? നമുക്കല്ല, അമ്മക്കുട്ടിക്കാ സ്വത്തുക്കളൊക്കെ കിട്ടുന്നത്. അതെ അതെ, അതന്നെയാ ഞാൻ ചോദിച്ചേ. അമ്മുക്കുട്ടി നമ്മുടെ മോളല്ലയോ, അപ്പോ അവളുടെ സ്വത്തുക്കള് നമ്മുടെ സ്വത്തുക്കളാണല്ലോ എന്നുള്ള അർത്ഥത്തിലാ ഞാൻ ചോദിച്ചേ. എപ്പോഴാ കൈമാറുന്നതെന്ന് അപ്പൂപ്പൻ പറഞ്ഞില്ല. എന്തായാലും അമ്മക്കുട്ടിയുടെ സന്തോഷമായിട്ടും സുഖമായിട്ടും ജീവിക്കണമെന്ന് നീരേറ്റിൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അത് പിന്നെ അങ്ങനെ അല്ലാതെ വരുമോ? നീരേറ്റ് അപ്പൂപ്പന്റെ കൊച്ചുമോളുടെ മോളല്ലേ നമ്മുടെ അമ്മുക്കുട്ടി. അല്ല, അവള് കൊച്ചു കുഞ്ഞല്ലേ. അപ്പോ സ്വത്തുക്കളൊക്കെ പ്രദീപേന്റെ പേരിലായിരിക്കും എഴുതി തരുന്നതല്ലേ? അങ്ങനെ ഒരു മണ്ടത്തിലൊന്നും അപ്പൂപ്പൻ കാണിക്കത്തില്ല. സ്വത്തുക്കളെല്ലാം അമ്മക്കുട്ടിയുടെ പേര് തന്നെ ആയിരിക്കും എഴുതി കൊടുക്കുക. അതെങ്ങനെ പ്രദീപേട്ട ശരിയാവുന്നേ? കൊച്ചുകുട്ടി സ്വത്തും വെച്ച് എന്ത് ചെയ്യാനാ? ബാങ്കിൽ നിന്ന് പണം എടുക്കാൻ പറ്റത്തില്ല, സ്വത്തുക്കൾ നോക്കി നടത്താനും പറ്റില്ല, കണക്ക് നോക്കാനോ തൊഴിലാളികളെ കൈകാര്യം ചെയ്യാനോ അറിയില്ല. എന്തിന് സ്വത്തുക്കളൊന്നും പണയം വെക്കാൻ പോലും അറിയാത്ത പ്രായം. ഇത് ശരിയാവില്ല. അഞ്ജു, നീ വെറുതെ തുടക്കത്തിൽ ഉടക്കുണ്ടാക്കല്ലേ. നീ കാരണം എന്റെ മോക്ക് കിട്ടാനുള്ളത് ഇല്ലാതാവരുത്. എന്റെ മോള് അല്ലേ? അപ്പോ അമ്മുക്കുട്ടി എനിക്കാരും അല്ലാന്ന്. എനിക്കിത് കിട്ടണം. നീ വെറുതെ എഴുതാപ്പുറം വായിക്കാതെ. എനിക്ക് ദാഹിക്കുന്നു, ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ താ. ഇനി അങ്ങോട്ട് പ്രതിപേട്ടം വെള്ളം കുടിച്ചിരിക്കത്തേ ഉള്ളൂ. അമ്മുക്കുട്ടിയുടെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കുന്നതും ഇപ്പോ സെലീനയുടെ കസ്റ്റഡിയിൽ ആ സ്വത്തുക്കൾ ഇരിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും അവളെ രാജകുമാരിയെ പോലെ വളർത്താനും ഒക്കെ നമ്മൾക്ക് എങ്ങനെ സാധിക്കും? ഒന്ന് കേക്കട്ടെ. അതൊക്കെ അങ്ങ് വഴിയെ ശരിയാവും. ഇല്ല, വഴി ശരിയായാലല്ലേ ലക്ഷ്യത്തിലെത്തൂ. അവൾക്ക് നല്ല വിദ്യാഭ്യാസം, വസ്ത്രങ്ങൾ, നല്ല ഭക്ഷണം, പിന്നെ ഒരു പെൺകുട്ടിക്ക് ആവശ്യമായ ആഭരണങ്ങൾ, ഇതൊക്കെ കൊടുക്കണമെന്ന് പ്രദീപേട്ടന് ആഗ്രഹമുണ്ടെങ്കിൽ സ്വത്തുക്കൾ പ്രദീപേട്ടന്റെ പേര് തന്നെ എഴുതി വാങ്ങണം. മകളുടെ സ്വത്ത് അച്ഛനല്ലേ കൈകാര്യം ചെയ്യാൻ അവകാശം. നീ പറയുന്നതൊക്കെ ശരി തന്നെ, പക്ഷെ അതെങ്ങനെ സാധിക്കുന്ന നീ പറഞ്ഞേ? ഇത്രയൊക്കെ സാധിച്ചില്ലേ, ഇനി അങ്ങോട്ടും സാധിക്കും. അമ്മുക്കുട്ടിക്ക് വേണ്ടി പ്രദീപേട്ടന് ഒന്നും ചെയ്യാൻ പറ്റണില്ല എന്നുള്ളൊരു സങ്കടം
അപ്പൂപ്പന്റെയും ആ ത്രേസ്യാമ്മച്ചിയുടെ മുന്നിൽ നന്നായി അവതരിപ്പിക്കും. മോളുടെ യൂണിഫോം വാങ്ങാനും പുസ്തകങ്ങൾ വാങ്ങാനും ഒക്കെ എന്റെ കയ്യിൽ ആകെ കൂടി ഉണ്ടായിരുന്ന വള പണയം വെച്ചു എന്ന് പറ. ആ പ്രദീപേട്ടൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും ഞാൻ നിർബന്ധിച്ചിട്ടാ പണയം വെച്ചെന്നും കൂടി പറയണം. അമ്മുക്കുട്ടി സങ്കടപ്പെടുന്നത് കണ്ട ആദ്യം നിറയുന്നത് എന്റെ കണ്ണുകളാന്നും കൂടി പറ. അല്ല, അത് സത്യം തന്നെയാണല്ലോ. വന്ന് വന്ന് എന്റെ വയറ്റി പിറന്ന മോളായിട്ട് തന്നെ തോന്നുക അമ്മുക്കുട്ടിയെ. നീ ഒക്കെ സ്നേഹം കൊടുക്കണമെന്ന് പറഞ്ഞാ പിന്നെ സ്വത്തിന്റെ കാര്യത്തിൽ നിർബന്ധമൊന്നും വെക്കാൻ വഴിയില്ല. എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം. അരികിലിൽ